വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൽപ്പറ്റ ടൗണിൽ നടത്തിയ റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, VD സതീശൻ തുടങ്ങിയ നേതാക്കൾക്കൊപ്പമാണ് രാഹുൽ റോഡ് ഷോ നടത്തിയത്. വയനാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് അംഗീകാരമായാണ് കണക്കാക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. This election is a fight for democracy and for the Constitution of India. On one side are the forces that want to destroy the democracy of this country and the Constitution of this country, and on the other side there is a force that is protecting the Constitution and protecting the democratic nature of our country. So that's what the fight is about. It's very clear to all of you who is on which side. It is very clear who's attacking the Constitution, who is attacking the democratic structure of this country. Thank you very much. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഷബീർ ഒമർ നൽകും. ഷബീർ, ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഒരു വയനാട്ടിലെ പ്രചാരണ രംഗത്തിന് കൂടുതൽ ശക്തി പകരുന്നതാണ്. ഇത് UDFന് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? ഒപ്പം തന്നെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അനീഷ സൂചിപ്പിച്ചതുപോലെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇളക്കി മറിക്കുന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അവർക്ക് ആവേശം നൽകുന്ന നിലയ്ക്കായിരുന്നു ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലുടനീളം UDF ക്യാമ്പിന് ആവേശം പകരുന്ന തരത്തിലായിരുന്നു റോഡ് ഷോ സംഘടിപ്പിക്കപ്പെട്ടത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ റോഡ് ഷോയിൽ അണിനിരുന്നത്. ഇന്ന് രാവിലെ 11:30 കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. അതിനുശേഷം സിവിൽ സ്റ്റേഷന് സമീപം അവസാനിച്ച റോഡ് ഷോയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ഈ തുറന്ന വാഹനത്തിൽ വെച്ച് തന്നെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. വളരെ ആവേശം നിറഞ്ഞ പ്രസംഗമാണ് ഈ റോഡ് ഷോ അവസാനിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയത്. വയനാട് തനിക്ക് കുടുംബത്തെ പോലെയാണ്, വയനാട്ടിലെ ജനങ്ങൾ തനിക്ക് കുടുംബത്തെ പോലെയാണ്, ഓരോ വയനാട്ടിലെ വോട്ടർമാരും തൻ്റെ കുടുംബാംഗമാണ്, കുടുംബത്തെ സ്നേഹിക്കുന്നത് പോലെ വയനാട്ടുകാരെ താൻ സ്നേഹിക്കുന്നു എന്നതടക്കം പറഞ്ഞാണ് രാഹുൽ ഈ പ്രസംഗം ആരംഭിച്ചത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, വയനാട്ടിൽ നിന്ന് ജനപ്രതിനിധിയായത് അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനം കൊള്ളുന്നുവെന്നുകൂടി രാഹുൽ ഗാന്ധി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു. അതിനുശേഷം ഈ റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം കുറച്ച് സമയം വിശ്രമിക്കാനാണ് പോയത്. സ്വകാര്യ ഹോട്ടലിൽ പോയി വിശ്രമിച്ചു. ഇതിനുശേഷമാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉണ്ടായത്. ഏതാണ്ട് 1:30 നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായത്. ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചു. 3 സെറ്റ് പത്രികയാണ് നൽകിയത്. ഈ റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു. സഹോദരി പ്രിയങ്ക ഗാന്ധി റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പങ്കെടുത്തു. ഒപ്പം തന്നെ കനയ്യകുമാർ റോഡ് ഷോക്കായി എത്തിയിരുന്നു. മറ്റ് കോൺഗ്രസിലെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ അടക്കമുള്ള, ഒപ്പം തന്നെ MM ഹസൻ അടക്കമുള്ളവരും ഈ തുറന്ന വാഹനത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എന്നിവരായിരുന്നു റോഡ് ഷോയിൽ തുറന്ന വാഹനത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പങ്കെടുത്തത്. എന്തായാലും വലിയ ആവേശം, തുടക്കം മുതൽ ഒടുക്കം വരെ വലിയ ആവേശമാണ് പ്രവർത്തകർക്കുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അതിൽ തന്നെ രാഹുൽ ഗാന്ധി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ പ്രവർത്തകർ, UDF പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കായി കാത്തു നിന്നിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ കടുത്ത വെയിലാണ്, ഭയങ്കര ചൂടാണ്. അതൊന്നും വകവെക്കാതെ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുത്തത്. വലിയ ആഹ്ലാദത്തോടെയായിരുന്നു റോഡ് ഷോ ഉടനീളം സംഘടിപ്പിക്കപ്പെട്ടത്. ഒപ്പം തന്നെ പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ വലിയ ആത്മവിശ്വാസവും പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 4 ലക്ഷത്തിലധികം വോട്ടിനാണ്, 4,30,000 വോട്ടിനാണ് രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ഇത്തവണ 5 ലക്ഷത്തിന് മുകളിലേക്ക് ഭൂരിപക്ഷം കടക്കുമെന്നാണ് പ്രവർത്തകരുടെ, കോൺഗ്രസ് പ്രവർത്തകരുടെ, UDF പ്രവർത്തകരുടെ ആത്മവിശ്വാസം. എന്നാലും ഈ റോഡ് ഷോയ്ക്കും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനും ശേഷം രാഹുൽ ഗാന്ധി പോയത് വയനാട് നഗരത്തിനോട് ചേർന്ന്, കൽപ്പറ്റ നഗരത്തിനോട് ചേർന്നുള്ള മരവയൽ കോളനിയിലേക്കാണ്. മരവയൽ കോളനിയിൽ പോയി അദ്ദേഹം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ഏതാണ്ട് 13 കുടുംബങ്ങളാണ് ഈ കോളനിയിലുള്ളത്. ഈ 13 കുടുംബങ്ങളിലും രാഹുൽ ഗാന്ധി നേരിട്ടെത്തി ഈ വോട്ടർമാരെ നേരിൽ കണ്ടു. പ്രകടന പത്രിക, കോൺഗ്രസിൻ്റെ വാഗ്ദാനങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിനിധികൾ വരികയാണെങ്കിൽ എന്തെല്ലാം നടപ്പാക്കും,
എന്നതടക്കം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ലഘുലേഖ, ഒരു പ്രകടന പത്രിക വോട്ടർമാർക്ക് കൈമാറി അവരുമായി സംവദിച്ചു. അവരുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞു. പ്രത്യേകിച്ച് വനിതകളുടെ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പ്രത്യേകം കേട്ടറിഞ്ഞതിന് ശേഷമാണ് രാഹുൽ അല്പസമയം മുമ്പ് മടങ്ങിയത്. ഏതാണ്ട് അരമണിക്കൂറോളം സമയം, 30 മിനിറ്റോളം സമയം രാഹുൽ ഗാന്ധി മരവയൽ കോളനിയിൽ ചെലവഴിച്ചു. രാഹുൽ ഗാന്ധി മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയും ഈ കോളനിയിലെ ഓരോ കുടുംബങ്ങളിലും എത്തി അവിടുത്തെ ആളുകളെ കണ്ടു, ജനങ്ങളെ കണ്ടു, അവരുടെ ആവശ്യങ്ങളെല്ലാം കേട്ടറിഞ്ഞതിന് ശേഷമാണ് മടങ്ങിയത്. എന്തായാലും അതിനുശേഷവും രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ട്, പ്രത്യേകം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നടക്കുന്നത് ജനാധിപത്യവും ഒപ്പം തന്നെ ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഒരു ഭാഗത്ത് അതിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ തകർക്കാൻ, ജനാധിപത്യവും ഭരണഘടനയും തകർക്കാനുള്ള ശക്തികളും മറുവശത്ത് അതിനെ സംരക്ഷിക്കാനുള്ള ശക്തികളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിൽ ഇതിനെ സംരക്ഷിക്കാനുള്ള ശക്തികൾക്ക് വിജയമുണ്ടാകുമെന്ന ആത്മവിശ്വാസം കൂടി അദ്ദേഹം പങ്കുവച്ചു. അതിനുശേഷമാണ് അദ്ദേഹം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മടങ്ങിയത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ UDFന് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലുടനീളമുള്ള മണ്ഡലങ്ങളിൽ ആത്മവിശ്വാസം പകരുന്നതാണ്. അനീഷ.